وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, സല്ലൈനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-മഗ്രിബ്. ഞങ്ങൾ ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മഗ്രിബ് നിസ്കരിച്ചു. ഫറജഅ മൻ റജഅ വഅഖബ മൻ അഖബ. മടങ്ങിപ്പോകാനുള്ള ആളുകളൊക്കെ മടങ്ങിപ്പോയി, പള്ളിയിലിരിക്കാനുള്ള ആളുകൾ അവിടെ തന്നെ ഇരുന്നു. ഫജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്രിഅൻ ഖദ് ഹഫസഹു നഫ്സ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധൃതിയോടുകൂടി പള്ളിയിലേക്ക് ഓടി വന്നു. വഖദ് ഹസറ അൻ റുക്ബതൈഹി. അവിടുന്ന് വസ്ത്രം പൊക്കിപ്പിടിച്ചത് കാരണം അവിടുത്തെ മുട്ട് അത് ഒളിവായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അബ്ശിറു, നിങ്ങൾ സന്തോഷിക്കുക. ആരോടാണ് പറയുന്നത്? നമ്മളെപ്പോലെ ഇപ്പം മഗ്രിബ് നിസ്കരിച്ച് പള്ളിയിൽ തന്നെ ഇരിക്കുന്ന സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബ്ശിറു, നിങ്ങൾ സന്തോഷിക്കുക. ഹാദാ റബ്ബുക്കും ഖദ് ഫതഹ ബാബൻ മിൻ അബ്വാബിസ് സമാ യുബാഹി ബികുമുൽ മലായിക. നിങ്ങളുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്നൊരു വാതിൽ തുറന്നിരിക്കുന്നു. എന്നിട്ട് അവൻ നിങ്ങളെക്കുറിച്ച് മലക്കുകളോട് പൊങ്ങച്ചം പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് മലക്കുകളോട് പുകഴ്ത്തി പറയുകയാണ്. എന്താണ് പുകഴ്ത്തി പറയുന്നത്? ഉൻദുറു ഇലാ ഇബാദി ഖദ് ഖദൗ ഫരീളതൻ വഹും യൻതദിറൂന ഉഖറ. എൻ്റെ ഈ അടിമകളിലേക്ക് നിങ്ങൾ നോക്കുക, അവർ ഒരു ഫർള് നിസ്കാരം കഴിഞ്ഞ് മറ്റൊന്നിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഹദീസിൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ ഇരിക്കുന്നതിൻ്റെ ഫളാണുള്ളത്. അതുപോലെ തന്നെ ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തിനെ പ്രതീക്ഷിച്ചിരിക്കുക, അതും ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽപ്പെട്ടതായിരുന്നു അത്. മഗ്രിബിന് ശേഷം ഇശാ വരെ പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടുക എന്നുള്ളത്. നിസ്കരിച്ചുകൊണ്ട്, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, ഇതുപോലെ ദീൻ പഠിച്ചുകൊണ്ടൊക്കെ പള്ളിയിൽ ഇരിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠതയുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് മഗ്രിബിന് ശേഷം അതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ ഹദീസിൽ പറഞ്ഞു. ഒരിക്കൽ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, സല്ലൈതു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-മഗ്രിബ്. ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മഗ്രിബ് നിസ്കരിച്ചു. ഫലമ്മാ ഖദ അസ്-സലാ ഖാമ യുസല്ലി. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങി. ഫലം യസൽ യുസല്ലി ഹത്താ സല്ലൽ ഇശ. ഇശ ആകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നിസ്കരിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് പുറത്തേക്ക് പോയി. ഇപ്പം മഗ്രിബിന് ശേഷം ഇശ വരെ പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അപ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു സന്ദർഭത്തിൽ ഇരിക്കുകയാണ്. നമ്മൾ ഈ ഒരു നിയ്യത്ത് പുതുക്കി നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക, ഒരു ശ്രേഷ്ഠത കൈവരിക്കുന്നതിന് വേണ്ടി, നമ്മൾ ഇൽമ് പഠിക്കുന്നതിന് വേണ്ടി, ദീൻ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂടിയിരുന്ന ആളുകളാണ്. മഗ്രിബിന് ശേഷം ഈ ഒരു ഫള് അത് കരസ്ഥമാക്കാൻ നമ്മൾ നിയ്യത്താക്കുക.
മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം, ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തിന് കാത്തിരിക്കുക എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യം. فإذا صلى لم تزل الملائكة تصلي عليه في ما دام في مصلاه. ഒരുവൻ നിസ്കാരം കഴിഞ്ഞ് അവൻ്റെ മുസല്ലയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ, നിസ്കരിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ, മസ്ജിദിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ, ആ ഇരിക്കുന്നതെത്രയും ആ ഇരിക്കുന്ന സമയമത്രയും മലക്കുകൾ അവൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുമ്മ സല്ലി അലൈഹി, അല്ലാഹുവേ ഈ ഇരിക്കുന്ന വ്യക്തിക്ക് അവൻ്റെ മേൽ നീ സ്വലാത്ത് കൊല്ലണേ, അല്ലാഹു അവന് നീ കാരുണ്യം ചെയ്യണേ എന്നിങ്ങനെ മലക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി അടുത്തൊരു ഫضل എന്താ? വലാ യസാലു അഹദുകും ഫീ സ്വലാത്തിൻ മൻ തദറ الصലാഹ്. നിസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന സമയം അത്രയും നിസ്കാരത്തിലാകുന്നത് പോലെയായിരിക്കും. ഇപ്പം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ നിസ്കാരത്തിന് കാത്തിരിക്കുകയാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്ന ഇരുത്തം അത് നിസ്കാരത്തിനെ പോലെയാണെന്ന് പറയുന്നത്. നിസ്കരിച്ചിട്ടില്ല എങ്കിലും നിസ്കാരത്തിനാകുന്നത് പോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് പള്ളിയിൽ ദിക്റിന് വേണ്ടി, അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി, ഇബാദത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠതയുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, പള്ളികൾ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ മസ്ജിദുകളാണ്. കാരണം അവിടെ മനുഷ്യന്മാർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി മാത്രം മാറിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ ഒരു മുസ്ലിം അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി പള്ളിയിൽ മാറിയിരുന്നു കഴിഞ്ഞാൽ അള്ളാഹു സന്തോഷിക്കുമെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് സന്തോഷിക്കുക? അള്ളാഹുവിൻ്റെ സന്തോഷത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇല്ലാ തബശ്ബശ അല്ലാഹു ലഹു കമാ യതബശ്ബശു അഹ്ലുൽ ഗായിബി ബിഗായിബിഹിം ഇദാ ഖദിമ അലൈഹിം. ഒരു വീട്ടിൽ നിന്ന് ഒരുവൻ ഒരുപാട് കാലത്തിന് വീട്ടിൽ നിന്ന് മാറി നിന്നു. അവൻ വീട്ടിൽ നിന്ന് പോയി, ഒരുപാട് കാലമായിട്ട് വീട്ടിലില്ല. അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഒരുപാട് കാലത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ വീട്ടുകാർക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാകുമോ അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദിൽ ദിക്റുകൾക്ക് വേണ്ടി, ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ സന്തോഷിക്കുന്നു. ഇപ്പോൾ നോക്കൂ, മഗ്രിബിന് ശേഷം ഇശാ വരെ വളരെ കുറഞ്ഞ സമയമുള്ളൂ. പക്ഷെ ആ സമയത്തിനിടയിൽ എത്ര ഫضലാണ് നമ്മൾ നല്ല നിയ്യത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഈ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിലായതുകൊണ്ട് ആമുഖമെന്നോണം ഈ ഒരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ശ്രേഷ്ഠതകൾ നമുക്ക് അനുകൂലമായി നൽകുമാറാകട്ടെ. നിസ്കാരവും വുദൂഉമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ദർസിലൂടെ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മേൽ ഏറ്റവും ആദ്യം വാജിബായ അമലാണ് നിസ്കാരം എന്നുള്ളത്. ഒന്നാമത്തെ വാജിബ് അതെന്താണ്? തൗഹീദാണ്. തൗഹീദിന് ശേഷം ഏറ്റവും വാജിബായ കാര്യം അമലുകളുടെ കൂട്ടത്തിൽ നിസ്കാരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാജിബാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. മറ്റെല്ലാ ഇബാദത്തുകളും മറ്റെല്ലാ ഫർദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭൂമിയിൽ വെച്ചാണ് എന്ത് ചെയ്തത്? നിർബന്ധമാക്കി കൊടുത്തത്. എന്നാൽ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നിർബന്ധമാക്കിയത് അല്ലാഹുവിൻ്റെ റസൂലിനെ 7-ാം ആകാശത്തേക്ക് കൊണ്ടുപോയതിന് ശേഷമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയതിന് ശേഷമാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇത് നിസ്കാരത്തിൻ്റെ
ശ്രേഷ്ഠത അറിയിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇസ്ലാം അത് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് 5 കാര്യങ്ങളുടെ മേലാണ്. 5 കാര്യങ്ങളുടെ മേലാണ് ഇസ്ലാം അത് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. ബുനിയൽ ഇസ്ലാമു അലാ 5 ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്ത്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, 2 ഷഹാദത്ത് കലിമകൾ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇസ്ലാം പടുത്തുയർത്തപ്പെടുന്ന രണ്ടാമത്തെ കാര്യം അത് നിസ്കാരമാണ്. ഇതും നിസ്കാരത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിസ്കാരത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവം അറിയിക്കുന്ന ഒരു ആയത്ത് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഇൻ താബൂ, മുശ്രിക്കുകളെ കുറിച്ച് പറയണം. ഫഇൻ താബൂ, അവർ തൗബ ചെയ്തു കഴിഞ്ഞാൽ, വ അഖാമുസ് സ്വലാത്ത, നിസ്കാരം നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ, വ ആതുസ് സകാത്ത, സകാത്ത് കൊടുക്കുകയും ചെയ്താൽ, ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവർ നിങ്ങളുടെ ദീനിലെ സഹോദരങ്ങളാണ്. മുഫസ്സിറുകൾ വിശദീകരിച്ചതായി കാണാം, നിസ്കാരം നിലനിർത്തിയിട്ടില്ല എങ്കിൽ നിസ്കാരം നിലനിർത്താത്തവർ നമ്മളുടെ ദീനിലെ സഹോദരങ്ങളല്ല, നമ്മളുടെ ദീനിലെ സഹോദരങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നരകത്തിൽ പ്രവേശിച്ച ആളുകൾ, അവരോട് സ്വർഗത്തിലെ ആളുകൾ, മുഅ്മിനീങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ സൂറത്തു അൽ ഹാഖയിൽ, സൂറത്തുൽ മുദ്ദസിർ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നുണ്ട്. മുഅ്മിനീകൾ നരകത്തിൽപ്പെട്ട ആളുകളോട് ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, ഈ സഖർ എന്ന നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം എന്താണ്? അവരൊന്നാമതായി പറഞ്ഞത് ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്ന ആളുകളിൽപ്പെട്ട ആളുകളായിരുന്നില്ല, ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത്. വളരെ ഗൗരവം നിറഞ്ഞൊരു കാര്യമാണ്. നിസ്കാരത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവം അറിയിച്ചിരുന്ന മറ്റൊരു കാര്യമാണ് ഭയത്തിൻ്റെ ഘട്ടത്തിൽ പോലും, ഭയത്തിൻ്റെ, നിർഭയമില്ലാത്ത ഭയത്തിൻ്റെ ഘട്ടത്തിൽ പോലും, യുദ്ധത്തിൻ്റെ ഘട്ടത്തിലായാലും നിസ്കാരത്തിൻ്റെ വുജൂബ് അതില്ലാതാകുന്നില്ല. നിസ്കാരം നിർബന്ധമാണ് എന്നുള്ളത് ഇല്ലാതാകുന്നില്ല, അതിൻ്റെ വുജൂബ് ഇല്ലാതാകുന്നില്ല. യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണെങ്കിലും ഭയത്തിൻ്റെ സന്ദർഭത്തിലാണെങ്കിലും എന്ത് ചെയ്യണം? നിസ്കാരം അത് നിർബന്ധമാണ്. ജിഹാദ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും വഖ്ത് ആയിക്കഴിഞ്ഞാൽ നിസ്കരിക്കണം. ജമാഅത്തായിട്ടുള്ള നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ വരെ നിർവഹിക്കുവാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസായിലെ ആയത്ത് നിങ്ങൾ നോക്കുക, ഇദാ കുൻത ഫീഹിം, താങ്കൾ അവരോടൊപ്പം ഉണ്ട് എങ്കിൽ, ഫഅഖംത ലഹുമുസ് സ്വലാ, നിസ്കാരത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഇഖാമത്ത് കൊടുക്കണം, നിസ്കാരം നിങ്ങൾ നിലനിർത്തണം. ഫൽതഖും ത്വായിഫതും മിൻഹും മഅക്, ചില വിഭാഗം ആളുകൾ, ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യണം? നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. അവരെന്ത് ചെയ്യണം? നിങ്ങൾ നിസ്കരിക്കുമ്പോൾ വൽയഖുദു അസ്ലിഹതഹും, അവർ അവരുടെ ആയുധങ്ങളുമായിട്ട് എന്ത് ചെയ്യണം? അവർ യുദ്ധം ചെയ്യണം. ഒരു പറ്റ ആളുകൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ കുറച്ച് ആളുകൾ നിസ്കരിക്കുകയും, അവർ നിസ്കരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ യുദ്ധം ചെയ്യുകയും ചെയ്യണം. ആ ഒരു സന്ദർഭത്തിൽ വരെ എങ്ങനെ നിസ്കരിക്കണം എന്നുള്ളത് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ്. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന അർറജുലി വശ്ശിർകി വൽ കുഫ്രി തർക്കുസ് സ്വലാത്ത്, ഒരുവന്റെയും ശിർക്കിന്റെയും കുഫ്റിന്റെയും ഇടയിലുള്ള കാര്യമാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. ഒരുവൻ നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ കുഫ്റിലേക്ക്, ഷിർക്കിലേക്ക് എത്തിപ്പെടുമെന്നാണ്. മറ്റൊരു ഹദീസിൽ ബുറൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത്, നമുക്കും ജൂതന്മാർക്കും ഇടയിലുള്ള ഒരു വ്യത്യാസം എന്നുള്ളത് നിസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫർ, നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറായി തീരും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്കൂ, മൻ ഹാഫള അല സ്വലാത്തി, നിസ്കാരം ആരെങ്കിലും നിലനിർത്തിയാൽ, അത് നിലനിർത്തേണ്ട മുറപ്രകാരം നിലനിർത്തിയാൽ, കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ മിനൻ നാരി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനുള്ള പ്രകാശമായിരിക്കും അത്, അവനുള്ള അനുകൂലമായ തെളിവും അവനുള്ള നരകത്തിൽ നിന്നുള്ള രക്ഷയുമായിരിക്കും അത്. വമൻ ലം യുഹാഫിദ് അലൈഹ, നിസ്കാരം നിലനിർത്താത്തവർ, ലം യകുൻ ലഹു നൂറുൻ വലാ ബുർഹാനുൻ വലാ നജാതുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അവൻ ഇരുട്ടിലായിരിക്കും, അവന് പ്രകാശം ഉണ്ടായിരിക്കുകയില്ല, അവന് അനുകൂലമായൊരു സാക്ഷി, ഒരു തെളിവുണ്ടാകൂല, അവന് നരകത്തിൽ നിന്നൊരു രക്ഷയും ഉണ്ടായിരിക്കുകയില്ല. മാത്രമല്ല വകാന യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അവൻ മഅ ഖാറൂന വഹാമാന വ ഉബയ്യ ഇബ്നു ഖലഫ്, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും നികൃഷ്ടരായ അങ്ങേയറ്റത്തെ മുതകബ്ബിറുകളായ ആളുകളെ പേരാണ് ഇവിടെ പറഞ്ഞത്. ഖാറൂൻ, ഹാമാൻ, ഉബയ്യ ഇബ്നു ഖലഫ്, ഈ മൂന്ന് കാഫിറുകളോടൊപ്പമായിരിക്കും അവൻ ഖിയാമത്ത് നാളിൽ ഉണ്ടായിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, ചിന്തിച്ചു, നിസ്കാരത്തിൻ്റെ ഗൗരവമാണിത്. നിസ്കാരം ഒരുവൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവനുള്ള മോശമായ അവസ്ഥയാണ് പരലോകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശദീകരിക്കുന്നത്. നിസ്കാരത്തിൻ്റെ ഗൗരവം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന വാക്കുകളിൽ പോലും നിസ്കാരത്തിനെ കുറിച്ചാണ് സ്വഹാബികൾക്ക് ഓർമ്മപ്പെടുത്തിയത്. അസ്സലാ അസ്സലാ വമാ മലക്കത് ഐമാനുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് ബോധരഹിതനായി പോകും. അപ്പോൾ ബോധം തിരിച്ചു ലഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു കാര്യം എന്താ? അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ എന്നാണ് ചോദിക്കുക. അതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അവസാനം സംസാരിച്ചിരുന്ന വാക്കാണ്, നിസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണം, നിസ്കാരത്തിൻ്റെ കാര്യം അത് നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാറുണ്ടായിരുന്നു. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ സ്വഹാബികൾ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ആളുകളായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ, നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ലാ ദീന ലിമൻ ലം യുസല്ലി, നിസ്കരിക്കാത്തവന് ഒരു ദീനുമില്ല, നിസ്കരിക്കാത്തവന് ഒരു ദീനുമില്ല. ഇമാം തിർമിദി ഉദ്ധരിച്ച ഒരു വാക്ക് നിങ്ങൾ നോക്കൂ, അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് നോക്കൂ, കാന അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൗന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫ്റുൻ ഗൈറ അസ്സലാ. സ്വഹാബികൾ അവർ മനസ്സിലാക്കിയിരുന്നില്ല, ഒരു കാര്യം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കുഫ്രാകും എന്നുള്ളത് നിസ്കാരത്തിൻ്റെ കാര്യത്തിലല്ലാതെ അവർ കണ്ടിരുന്നില്ല. അമലുകൾ കൂട്ടത്തിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കുഫ്രാകും, ചെയ്തിട്ടില്ലെങ്കിൽ കുഫ്രാകും എന്നുള്ളത് നിസ്കാരത്തിൻ്റെ കാര്യത്തിലല്ലാതെ വേറൊരു കാര്യത്തിലും അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നിസ്കാരം അതിൻ്റെ ഗൗരവം കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാർക്കും നിസ്കാരം എന്ത് ചെയ്തിട്ടുണ്ട്? ശറഅാക്കിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ശറഅാക്കിയിട്ടുണ്ട്. അതിൻ്റെ വക്തുകളുടെ കാര്യത്തിലും രൂപത്തിൻ്റെ കാര്യത്തിലും വ്യത്യാസമുണ്ടായേക്കാം, എന്നാൽ നിസ്കാരം എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു ശറഅാക്കിയിട്ടുണ്ട്. മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറയാണ്, ഖാലു യാ ശുഐബ്, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ അദ്ദേഹത്തിനോട് പറയാണ്, യാ ശുഐബ്, അല്ലയോ ശുഐബ്, അസ്സലാതുക തഅമുറുക അൻ നത്രുക മാ യഅബുദു ആബാഉന, നിന്റെ നിസ്കാരമാണോ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ചിരുന്ന ആരാധ്യന്മാരിൽ നിന്ന് നിന്നെ തടയുന്നത്? എന്ത് മനസ്സിലായി? ശുഐബ് നബിക്ക് നിസ്കാരം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി, മഅറൂഫായ കാര്യമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, വഅഖിമിസ് സ്വലാത ലിദിക്രി,
എൻ്റെ ദിക്റിന് വേണ്ടി നീ നിസ്കാരം നിലനിർത്തുക. അപ്പോൾ നോക്കൂ, മൂസാ നബിനോട് അള്ളാഹു പറയാണ് നിസ്കാരം നിലനിർത്തുക. മൂസാ നബിക്ക് നിസ്കാരമുണ്ട്. എൻ്റെ ദിക്റിന് വേണ്ടി നിസ്കാരം നിലനിർത്തുക. 2 വിശദീകരണമാണുള്ളത്. നിസ്കാരത്തിൻ്റെ 2 ഉപകാരങ്ങൾ. ഒന്നെന്താ? പണ്ഡിതന്മാർ ഇതിനെ 2 രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. വാക്കിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഓർക്കുന്നതിന് വേണ്ടി നിസ്കാരം നിലനിർത്തുക. ലിദിക്രി, എൻ്റെ സ്മരണക്ക് വേണ്ടി. 2 രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിനെ കുറിച്ചും അദ്ദേഹം അള്ളാഹുവിനോടുള്ള നന്ദി കാരണം റുകൂഇലും സുജൂദിലും വീണു. വഖറ റാക്കിഅൻ വഅനാബ്, അള്ളാഹുവിൽ കീഴൊതുങ്ങിക്കൊണ്ട് അദ്ദേഹം റുകൂഅ ചെയ്തു. അത് നിസ്കാരത്തിനുള്ള സൂചനയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ. ഇവിടെ സകാത്തുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോട് നിസ്കാരം കൊണ്ടും സകാത്ത് കൊണ്ടും കൽപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം ശറഅാക്കിയിട്ടുണ്ട് എന്നുള്ളത് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല 50 വക്ത് നിസ്കാരമാണ് ഈ ഉമ്മത്തിന് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോടുള്ള കാരുണ്യം കാരണം അവിടുന്ന് അള്ളാഹുവിനോട് ലഘൂകരിച്ച് തരുവാൻ ആവശ്യപ്പെടുകയും പിന്നീട് 50 വക്ത് നിസ്കാരം 5 വക്തായി ലഘൂകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞതായി കാരണം ചില ഹദീസുകളിലും വന്നത് പ്രകാരം അത് 5 നേരത്തെ നിസ്കാരമാണെങ്കിലും 50 ഫിൽ അജ്ർ, 50 നേരത്തെ നിസ്കാരത്തിൻ്റെ പ്രതിഫലമാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിസ്കാരം എന്നുള്ളത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൺകുളിർമയായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, എൻ്റെ കൺകുളിർമ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും സന്തോഷമുള്ള ഒരു അവസ്ഥക്കാണ് കൺകുളിർമ എന്ന് പറയാം. ഏറ്റവും സന്തോഷമുള്ള ഒരവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സന്തോഷം, സമാധാനം കണ്ടെത്തിയിരുന്നത് നിസ്കാരത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിനാൻ, ബിലാലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യാ ബിലാൽ അദ്ദിൻ ബിസ്സലാ അരിഹ്നാ ബിഹാ, ബിലാൽ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കൂ, അതുകൊണ്ട് ഞങ്ങൾ നീ റാഹത്തിലാക്കൂ. വലിയൊരു റാഹത്തുള്ള കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ ലജഅ ഇലസ്സലാ, നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം നിസ്കാരത്തിലേക്ക് വരും. 2 റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അള്ളാഹുവിലേക്ക് സഹായം തേടിച്ചില്ല. അപ്പോൾ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ അത്രയും പ്രാധാന്യത്തോടുകൂടി, അത്രയും താല്പര്യത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് നമ്മൾ വിജയത്തിൻ്റെ കാര്യമാണ്, ഇത് പരലോകത്തിൻ്റെ കാര്യമാണ്. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു, ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം നമ്മുടെ അമലുകളുടെ കാര്യത്തിൽ വിചാരണ ചെയ്യുക എന്താണ്? നിസ്കാരമാണ്. നിസ്കാരമാണ് ഏറ്റവും ആദ്യം വിചാരണ ചെയ്യുക. ആ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവൻ വിജയിച്ചു എങ്കിൽ അതിന് ശേഷമുള്ളതൊക്കെ അവന് വളരെ എളുപ്പമായിരിക്കും. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവൻ പരാജയപ്പെട്ടു എങ്കിൽ അതിന് ശേഷമുള്ളതൊക്കെ വളരെ പരാജയത്തിനായിരിക്കും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നിസ്കാരത്തിൽ ഖുശൂഉള്ള ആളുകളാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് തൊട്ടടുത്ത് പറയാണ്, ആ വിജയത്തിലുള്ള കാരണമായി പറയുന്നത് നിസ്കാരം അത് ശ്രദ്ധിക്കുന്ന ആളുകളായിരുന്നു എന്നാണ്.
മുത്തഖീങ്ങളുടെ അടയാളമായി അള്ളാഹു പറഞ്ഞത് ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള ഹുദയാണ് ഖുർആൻ. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാ. ഗൈബിൽ വിശ്വസിക്കുകയും നിസ്കാരം നിലനിർത്തുകയും ചെയ്യുന്ന ആളുകളാണ് അവർ. ഈ നിസ്കാരത്തിലൂടെ നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഓരോ നിസ്കാരത്തിനും ഇടയിലുള്ള പാപങ്ങൾ ആ നിസ്കാരം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം കഫാറത്തുൽ ലിമാ ബൈനഹുൻ, അതിനിടയിൽ സംഭവിച്ച തിന്മകൾക്കുള്ള പ്രായശ്ചിത്തമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം എന്നുള്ളത് അള്ളാഹുമായുള്ള രഹസ്യ സംഭാഷണമാണ്, അള്ളാഹുമായുള്ള സംഭാഷണമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഒരു അടിമ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പറയും ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. റഹ്മാൻ റഹീം എന്ന് ഒരു അടിമ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പറയും അസ്ന അലൈയ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്നൊരടിമ പറഞ്ഞാൽ അള്ളാഹു പറയും ഫവ്വദ ഇലയ്യ അബ്ദി, എൻ്റെ അടിമ അവൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി വലിഅബ്ദി മാ സഅൽ, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. എൻ്റെ അടിമ എന്താണ് ചോദിച്ചത് അത് അവനുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് ഒരു അടിമ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പറയും ഹാദാ ലിഅബ്ദി, ഇതെൻ്റെ അടിമക്കുള്ളതാണ്. വലിഅബ്ദി മാ സഅൽ, എൻ്റെ അടിമ എന്താണ് ചോദിച്ചത് അത് അവനുണ്ട്. റബ്ബുമായുള്ള സംഭാഷണമാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിനേക്കാൾ ആസ്വദിക്കാൻ പറ്റിയ വേറെ എന്താ ഉള്ളത് സഹോദരങ്ങൾ? നമ്മളുടെ റബ്ബ് നിസ്സാരരിൽ നിസ്സാരരായ നമ്മളെ കുറിച്ച് പറയണ എൻ്റെ അടിമ എന്ന് പറയുമ്പോൾ ഒരു തരിമ്പ് ഈമാനുള്ള ഒരു ഹൃദയത്തിൽ എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹൃദയത്തിന് തിന്മകളുടെ കറകളൊന്നും ബാധിച്ചിട്ടില്ല എങ്കിൽ ആ ഹൃദയം സന്തോഷം കൊണ്ട് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകും. എന്ത് കാരണത്താൽ? റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ ഖഹാറായ റബ്ബ് അവനെക്കുറിച്ച് എൻ്റെ അടിമ എന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രം മതി സന്തോഷിക്കാനായി. അപ്പോൾ നോക്കൂ സഹോദരങ്ങൾ, അള്ളാഹുമായുള്ള ബന്ധാണ്, അള്ളാഹുമായുള്ള അടുപ്പാണ് അല്ലെ? ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭം ഏതാ? അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവന് സുജൂദിനായിരിക്കുമ്പോഴാണ്. നിസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുജൂദ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുമായുള്ള അടുപ്പമാണ് സുജൂദ്, അള്ളാഹുമായുള്ള അടുപ്പമാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ആളുകൾ വളരെ കുറച്ചാളുകൾ മാത്രമാണ്. ഒരുപാട് മുസ്ലിമീങ്ങൾ ഈ വിഷയത്തിൽ വീഴ്ച വരുത്തിയിരിക്കുകയാണ്. നിസ്കരിക്കാത്ത ആളുകൾ, ഇനി നിസ്കരിക്കുന്ന ആളുകൾ തന്നെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാത്ത ആളുകൾ എത്രയോ ആളുകളുണ്ട്. ഹയ്യ അല സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന ബാങ്കിൻ്റെ ക്ഷണം അത് കേട്ടിട്ടും പള്ളികളിലേക്ക് എത്തുകയും അവിടെ നിന്ന് നിസ്കരിക്കുകയും ചെയ്യാത്ത എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ എത്ര വലിയ നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പം നിസ്കാരം ഉപേക്ഷിച്ചവൻ അവൻ കാഫിറാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അബൂജഹലിനെ പോലെ അബൂലഹബിനെ പോലെ നിസ്കാരം ഉപേക്ഷിച്ചവൻ, ബോധപൂർവം നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ അവൻ കാഫിറാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തായി കാണാം, അവൻ മുസ്ലിമീങ്ങളെ പോലെ അവന് കുളിപ്പിക്കപ്പെടുകയോ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ അവനെ ഖബർ അടക്കപ്പെടുകയോ ചെയ്യാൻ പാടില്ല. അത്രയും ഗുരുതരമായ തിന്മയാണ് എന്ന് വരെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തതായി കാണാൻ സാധിക്കും.
നിസ്കരിക്കാത്ത ഒരുവൻ മുസ്ലിമായൊരു സ്ത്രീയോടൊപ്പം വിവാഹബന്ധത്തിലാണ് എങ്കിൽ ആ വിവാഹബന്ധം അത് മുറിഞ്ഞു പോകും. അങ്ങനെ ആ ബന്ധം തുടരുകയാണെങ്കിൽ ആ ബന്ധം ശരിയല്ല, അതിലുണ്ടാകുന്ന കുട്ടികൾ അത് ശരിയായ രീതിയിലുള്ള കുട്ടികളല്ല എന്ന് വരെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാനാണ് സഹോദരങ്ങളെ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിലനിർത്തുന്ന ആളുകളിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരത്തിൻ്റെ മുന്നോടിയായി നിസ്കാരത്തിൻ്റെ താക്കോൽ എന്നറിയപ്പെട്ട കാര്യമാണ് വുദൂ എന്നുള്ളത്. നിസ്കാരം അത് വുദൂ ഇല്ലാതെ സ്വീകരിക്കുകയില്ല. വുദൂ എന്നുള്ളത് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു ഇബാദത്താണ് വുദൂ എന്ന് പറഞ്ഞാൽ. നിസ്കാരം അതുകൊണ്ടല്ലാതെ ശരിയാവുകയില്ല. വുദൂ ഇല്ലാത്തവൻ്റെ നിസ്കാരം അത് ശരിയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ. തുഹൂർ എന്ന് പറഞ്ഞാൽ വുദൂ ആണ്. വുദൂ ഇല്ലാതെ നിസ്കാരം ശരിയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം, അത്തുഹൂറു ശത്റുൽ ഈമാൻ. ഈമാനിൻ്റെ പകുതിയാണ് വുദൂ. ശുദ്ധി ഉണ്ടാക്കുക, ശുദ്ധി വരുത്തുക എന്നുള്ളത് ഈമാനിൻ്റെ പകുതിയാണ്. ഒരുവൻ വുദൂ എടുത്തു കഴിഞ്ഞാൽ അതിലൊരുപാട് ഉപകാരങ്ങളുണ്ട്. പിശാചിനെ അകറ്റുവാൻ സാധിക്കും, ശുദ്ധി കൈവരിക്കുവാൻ സാധിക്കും, അവന് ശാരീരികമായും മാനസികമായുള്ള ശുദ്ധി ഉണ്ടാകും, ഉന്മേഷം ഉണ്ടാകും എന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അപ്പം ശുദ്ധി വരുത്തലാണ് യഥാർത്ഥത്തിൽ വുദൂഇലൂടെ സംഭവിക്കുന്നത്. ചെറിയ ശുദ്ധിയെ അത് അകറ്റും. വലിയ ശുദ്ധി ഉണ്ടെങ്കിൽ കുളി അത് നിർബന്ധമാണ്, അത് വേറെ വിഷയം. അപ്പം അശുദ്ധി അതിനെ നീക്കം ചെയ്യുന്ന ശുദ്ധി കൈവരിക്കാവുന്ന കാര്യമാണ് വുദൂ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ പറഞ്ഞതായി കാണാം, മൻ തവദ്ദഅ, ആരാണ് വുദൂ എടുക്കുന്നത്, ഫഅഹ്സനൽ വുദൂഅ, എന്നിട്ട് അവൻ നല്ല രൂപത്തിൽ വുദൂ എടുത്തു. വുദൂ നന്നാക്കി എന്ന് പറഞ്ഞാൽ കഴുകേണ്ട അവയവങ്ങളെല്ലാം കൃത്യമായി അവൻ കഴുകുകയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നല്ല ഭംഗിയായി അവൻ വുദൂ എടുത്തു കഴിഞ്ഞാൽ ഖറജത് ഖതായാഹു മിൻ ജസദിഹി, അവൻ്റെ തിന്മകൾ അവൻ്റെ ശരീരത്തിലൂടെ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. ഹത്താ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി, എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ്റെ വിരലുകൾക്കിടയിലൂടെ, അവൻ്റെ നഖത്തിൻ്റെ ഇടയിലൂടെ എല്ലാം തിന്മകൾ എന്ത് ചെയ്യും, അങ്ങനെ കൊഴിഞ്ഞു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വുദൂ കൊണ്ടുള്ള ഒരു ഉപകാരം അതാണ്. അതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തവദ്ദഅ അൽ അബ്ദുൽ മുസ്ലിം, ഒരു മുഅ്മിൻ അവൻ വുദൂ എടുക്കാൻ, ഫഗസല വജ്ഹഹു, വുദൂ എടുക്കുമ്പോൾ അവൻ മുഖം കഴുകി, എങ്കിൽ ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതീഅത്തിൻ നദറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാ. വുദൂ എടുക്കുമ്പോൾ അവൻ മുഖം കഴുകിയാൽ ആ കഴുകിയ വെള്ളത്തിൻ്റെ തുള്ളികളിൽ അത് ഇങ്ങനെ ഇറ്റിപ്പോകുമ്പോൾ എന്താണ്ടാകുക, അവൻ്റെ കണ്ണുകൾ കൊണ്ട് അവൻ കണ്ട തെറ്റുകളെല്ലാം ആ ഒരു വെള്ളത്തിൻ്റെ തുള്ളുകളിലൂടെ കൊഴിഞ്ഞു പോകും. فإذا غسل يديه خرج من يديه كل خطيئة كان بطشتها يداه مع الماء أو مع آخر قطر الماء. അവൻ കൈ കഴുകി കഴിഞ്ഞാൽ ആ കൈ കൊണ്ട് അവൻ സ്പർശിച്ച തിന്മകൾ അതെല്ലാം അവൻ കൈ കഴുകിയ ആ വെള്ളത്തിൻ്റെ അവസാന തുള്ളികളിലൂടെ അവൻ്റെ ആ തിന്മകൾ അങ്ങനെ കൊഴിഞ്ഞു പോകും. فإذا غسل رجليه خرجت كل خطيئة مشت رجلاه مع الماء. കാല് കഴുകിയാലോ ആ കാലിലൂടെ അവൻ നടന്നു ചെയ്ത തിന്മകൾ
അവൻ നടന്നു നീങ്ങിയ തിന്മകൾ ആ കാല് കഴുകുമ്പോൾ ആ കാലിൻ്റെ വെള്ളത്തിൻ്റെ ആ തുള്ളികളിലൂടെ കൊഴിഞ്ഞു പോകും. ഹത്താ യഖ്റുജ നഖിയ്യൻ മിനദ്ദുനൂബ്. അങ്ങനെ ഒരു വുളൂഅെടുത്ത് വരുമ്പോഴത്തേനും അവനെന്താകും? തിന്മകളിൽ നിന്ന് നഖിയായിരിക്കും, തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടവനെ പോലെ ആയിരിക്കും അവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പം എത്ര വലിയ ഫളലാണ്! വുളൂ എടുക്കുമ്പോൾ നമ്മളൊന്ന് നിയ്യത്ത് വെച്ചാൽ എത്രയോ തിന്മകൾ പൊറുക്കപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയണ അലാ അദുല്ലുക്കും അലാ മാ യംഹു അല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്. നിങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയുന്ന, അതുപോലെ തന്നെ നിങ്ങളുടെ ദറജകൾ ഉയർത്തുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹാബികൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അവിടുന്ന് പറഞ്ഞു, ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹ്. ഉറപ്പുണ്ടാകുന്ന സന്ദർഭത്തിൽ, പ്രയാസം ഉണ്ടാകുന്ന സന്ദർഭത്തിലും വുദൂ പൂർണ്ണമായി എടുക്കുക. ഇസ്ബാഹുൽ വുദൂ, ഇസ്ബാഹുൽ വുദൂ എന്ന് പറഞ്ഞാൽ വുദൂ പൂർണ്ണമായിട്ട് എടുക്കുക. വുദൂ പൂർണ്ണമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ വുദൂഇൻ്റെ ഓരോ അവയവത്തിനും അതിൻ്റെ ഹക്ക് കൊടുക്കുക. ഓരോ അവയവവും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ കഴുകുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്നതുപോലെ 3 തവണ വീതം പഠിപ്പിച്ചിട്ടുള്ള കഴുകൽ അങ്ങനെ കഴുകുക. അതുപോലെ തന്നെ പൂർണ്ണമായി പരിപൂർണമായി വുദൂ എടുക്കുക. പ്രയാസമുണ്ടെങ്കിൽ, കുറച്ച് തണുപ്പുണ്ടെങ്കിലും പ്രയാസപ്പെട്ടുകൊണ്ട് ഈ വുദൂ ഭംഗിയായി പൂർത്തീകരിച്ചെടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? തിന്മകൾ മായ്ക്കപ്പെടുകയും ദറജകൾ ഉയർത്തപ്പെടുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. വകസ്റത്തുൽ ഖുദാ ഇലൽ മസ്ജിദ്. രണ്ടാമത്തെ കാര്യം എന്താ? പള്ളിയിലേക്ക് ധാരാളമായി നടക്കുക, പള്ളിയിലേക്കുള്ള കാൽവെപ്പുകൾ അത് അധികരിപ്പിക്കുക. വൻതിദാറുസ് സ്വലാ ബഅദസ് സ്വലാ. ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തിന് കാത്തിരിക്കുക. ഫദാലികുമുർ റിബാത്ത്. അതാണ് റിബാത്ത് എന്ന് പറഞ്ഞാൽ. റിബാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കുന്നതാണ് റിബാത്ത് എന്ന് പറയാം. അതുപോലുള്ള റിബാത്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ വുദൂ വളരെയധികം ശ്രേഷ്ഠതയുള്ളൊരു ഇബാദത്താണ്. ഈ പറഞ്ഞ ശ്രേഷ്ഠതകൾ അതിലുണ്ട്. അത് അശുദ്ധിയെ നീക്കം ചെയ്യും, നമുക്ക് ശുദ്ധി കൈവരിക്കാം. അതുപോലെ തന്നെ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ശുദ്ധിയും ലഭിക്കും, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കും, ശൈത്താനിനെ അകറ്റുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഈ വുദൂ അത് ശരിയാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ചില ഫർദുകളുണ്ട്. വുദൂ അത് ചെയ്യുമ്പോൾ അത് ശരിയാകണമെങ്കിൽ 6ഓളം ഫർദുകൾ പണ്ഡിതന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല വുദൂഇൻ്റെ ആയത്തിൽ പറഞ്ഞ ആ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച 6ഓളം ഫർദുകളുണ്ട്. അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ വുദൂ ശരിയാവുകയുള്ളൂ. വുദൂ ശരിയായാലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. അത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പഠിക്കണം. വുദൂ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വുദൂ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തൊലിയിലേക്ക് വെള്ളം തട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും തടസ്സങ്ങളുണ്ട് എങ്കിൽ അത് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ഉദാഹരണത്തിന് പെയിൻറ് പണിയെടുക്കുന്ന ആളുകൾ, അവരുടെ കയ്യിൽ പെയിൻ്റ് ഉണ്ടെങ്കിൽ അവരുടെ തൊലിയിലേക്ക് വെള്ളം അത് ഇറങ്ങുകയില്ല, അത് നീക്കം ചെയ്യണം. വർക്ക്ഷോപ്പിലും മറ്റും ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കയ്യിൽ ഗ്രീസോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ തൊലിയിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാനുള്ള തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യണം. വല്ല മോതിരമോ വാച്ചോ അതുപോലുള്ള കാര്യങ്ങൾ അത് ശരീരത്തിലുണ്ട് എങ്കിൽ അത് വെള്ളം ആ ഭാഗത്തേക്ക് തട്ടുന്നതിനുള്ള തടസ്സമാണ് എങ്കിൽ എന്ത് ചെയ്യണം? അത് നീക്കം ചെയ്യണം. അത് നിർബന്ധമാണ്. അതിനുശേഷമാണ് വുദൂ ആരംഭിക്കേണ്ടത്. വുദൂഇന്റെ ആയത്ത് നിങ്ങൾ നോക്കൂ. സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും. മുഅ്മിനീങ്ങളെ,
നിങ്ങൾ നിസ്കാരത്തിനു വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം. വഅയ്ദിയക്കും ഇലൽ മറാഫിഖി, നിങ്ങളുടെ കൈകളും കഴുകണം, മുട്ടുവരെ നിങ്ങളുടെ കൈകളും കഴുകണം. വംസഹൂ ബിറുഊസിക്കും, നിങ്ങളുടെ തലകൾ നിങ്ങൾ തടവണം. വഅർജുലക്കും ഇലൽ കഅബൈൻ, നിങ്ങളുടെ കാലുകൾ ഞെരിയാണി വരെയും നിങ്ങൾ കഴുകണം. ഈ ആയത്തിൽ പറഞ്ഞ 6ഓളം കാര്യങ്ങൾ, അതാണ് വുളൂഇൻ്റെ ഫർളുകൾ എന്ന് പറഞ്ഞാൽ. ഈ ഫർളുകൾ അത് ചെയ്തിട്ടില്ല എങ്കിൽ വുളൂ ശരിയാവുകയില്ല. ഒന്നാമത്തെ ഫർള് എന്താണ്? ഗസ്ലുൽ വജ്ഹി ഫഗ്സിലു വുജൂഹക്കും. അല്ലാഹു ആദ്യമായി കൽപ്പിച്ച കാര്യം എന്താണ്? മുഖം കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഫർള് ഗസ്ലുൽ വജ്ഹി, മുഖം കഴുകുക എന്നുള്ളതാണ്. മുഖം കഴുകുമ്പോൾ മുഖം കഴുകേണ്ട അളവ് എങ്ങനെയാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, മിൻ മനാബിതി ശഅരി ഇല ദഖൻ വഇർദൻ മിനൽ അദാനി മിനൽ ഉദുനി ഇലൽ ഉദുൻ. ഈ മുടിയുടെ തുടക്കം, നമ്മുടെ തലമുടിയുടെ തുടക്കം ഉണ്ടാവും, ഇവിടം മുതൽ, ഇവിടെയാണ് തുടക്കം, അതിൻ്റെ നീളം, ഇവിടം മുതൽ താടി വരെ, താടി വരെയാണ് എന്ത്? നീളം. മുഖം കഴുകുന്നതിൻ്റെ നീളതാണ്. താടി വരെ, ഇവിടം മുതൽ, മുടിയുടെ തുടക്കം മുതൽ താടി വരെ. ഇനി വീതിയോ? ഈ ചെവി മുതൽ ഈ ചെവി വരെ, അതാണ് വീതി. അപ്പം ഈ ഭാഗം, അതാണ് മുഖം, അത് കഴുകൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ വല്ലിഹ്യത്തുൽ കസീഫ, മുഖത്തിൽപ്പെട്ടതാണ് എന്ത്? താടി. ആ താടിയിൽ തിങ്ങി നിൽക്കുന്ന താടി, അതെന്ത് ചെയ്യണം? അതിൻ്റെ പുറം ഭാഗം, അതിൻ്റെ പ്രകടമായിട്ടുള്ള ആ ഭാഗം കഴുകണം. എന്നാൽ തിങ്ങിയ താടിയല്ലാത്ത താടികൾ ഉണ്ടായിരിക്കും. അഥവാ അല്ലത്തി യുറാ മാ വറാഅഹ മിനൽ ഖദ്ദി, ആ താടിയുടെ ഇടയിലൂടെ എന്ത് ചെയ്യും? ഉള്ളിലുള്ള കവിളൊക്കെ കാണാൻ സാധിക്കും, തൊലി കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഉള്ള് കഴുകൽ നിർബന്ധമാണ്. അതല്ലാത്ത ആളുകൾ എന്ത് ചെയ്താൽ മതി? താടിയുടെ പുറം ഭാഗം കഴുകിയാൽ മതി. അത് നിർബന്ധമാണ്. ഇപ്പം ഫർളുകൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്, സുന്നത്തുകൾ നമ്മൾ അവസാനം പറയും ഇൻഷാ അല്ലാഹ്. അപ്പം ഇത് കഴുകൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖത്തിൽപ്പെട്ടതാണ് എന്ത്? മൂക്ക് എന്നുള്ളത്. അപ്പോൾ മൂക്ക് വൃത്തിയാക്കൽ, മൂക്ക് കഴുകൽ, അത് നിർബന്ധമായ കാര്യമാണ്. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. മൂക്ക്, അതിൽ വെള്ളം കയറ്റുകയും ചീറ്റുകയും ചെയ്യുക. അതുപോലെ തന്നെ വായ, അതും ഇതിൽപ്പെട്ടതാണ്, മുഖത്തിൽപ്പെട്ടതാണ്. മുഖം എന്ന് പറയുമ്പോൾ അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടു. അപ്പോൾ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളതും ഇതിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഫർള് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഗ്സിലു വുജൂഹക്കും. രണ്ടാമത്തേതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഗ്സിലു വുജൂഹക്കും വ ഐദിയക്കും ഇലൽ മറാഫിഖ്. രണ്ടാമത്തെ കാര്യം കൈകൾ കഴുകുക എന്നുള്ളതാണ്. മുട്ടുവരെ കൈ കഴുകുക. മുട്ടുവരെ എന്ന് പറഞ്ഞാൽ മുട്ടുൾപ്പെടെ കൈ കഴുകണം. മുട്ടുവരെ എന്ന് പറഞ്ഞാൽ മുട്ട് ഉൾപ്പെടെയാണ്. ഗസ്ലുൽ യദി ഇലൽ മിർഫഖ്, കൈ മുട്ടുവരെ കഴുകുക എന്നുള്ളത് നിർബന്ധമായ കാര്യം, മുട്ടുൾപ്പെടെ കഴുകണം. ഇതിൽ ജനങ്ങൾക്ക് പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. കൈ പിന്നെ മുട്ടുവരെ കഴുകുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യില്ല, ഈ കൈപ്പത്തി ശ്രദ്ധിക്കൂല. പണ്ഡിതന്മാർ പറഞ്ഞു വിരലിൻ്റെ അറ്റം മുതലാണ് തുടങ്ങേണ്ടത്. ഈ കൈപ്പത്തി പിന്നെ കഴുകാത്തത് എന്തുകൊണ്ടാണ്, അത് ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ്? ആദ്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൈപ്പത്തി 3 കഴുകിയിട്ടുണ്ട്, കൈപ്പത്തി 3 തവണ കഴുകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മുട്ടുവരെ കഴുകുമ്പോൾ ശ്രദ്ധിക്കാത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ കഴുകൽ എന്താണ്? അത് സുന്നത്തായ കഴുകലാണ്. രണ്ടാമത്തെ വാജിബാണ്. ആദ്യം പറഞ്ഞത് അത് സുന്നത്താണെങ്കിൽ രണ്ടാമത്തെ വാജിബാണ്. അപ്പം എന്ത് ചെയ്യണം? ആ കഴുകലിൽ
വിരലിൻ്റെ അറ്റം മുതൽ മുട്ട് വരെ, മുട്ട് ഉൾപ്പെടെ കഴുകണം. അത് സുന്നത്തായ കാര്യമാണ്. ഏത്? ആദ്യത്തെ കൈ കഴുകൽ അത് സുന്നത്തായ കാര്യമാണ്. രണ്ടാമത്തേതാണ് വാജിബായിട്ടുള്ളത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. മൂന്നാമത്തെ ഫർദ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വംസഹു ബിറുഊസിക്കും, നിങ്ങളുടെ തലകൾ നിങ്ങൾ തടവണം. തല തടവുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഫർദ്. ഒന്നാമത്തെ എന്തായിരുന്നു? മുഖം കഴുകുക. രണ്ടാമത്തേത് കൈകൾ മുട്ടുൾപ്പെടെ കഴുകുക. ഏതു മുതൽ? വിരലിൻ്റെ അറ്റം മുതൽ. മൂന്നാമത്തേത് തല തടവുക എന്നുള്ളതാണ്. എങ്ങനെയാണ് തല തടവേണ്ടത്? പല കോലത്തിലാണ് ആളുകൾ തല തടവാറുള്ളത്. തല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവിയത് ഒറ്റ തവണയാണ്. തലയും ചെവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവിയത് ഒറ്റ തവണയാണ്. എങ്ങനെയാണ് തല തടവേണ്ടത്? ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അയ്യബ്ദഅ ബിമുഖദ്ദമി റഅസിഹി, തലയുടെ തുടക്കം മുതൽ തുടങ്ങണം, ഇവിടെ മുതൽ. എന്നിട്ടോ ഹത്ത യദ്ഹബ ബിഹിമാ ഇലാ ഖഫാഹു, ഈ കൈ എന്താണ്? ഈ കൈപ്പത്തികൾ പെരടി വരെ പുറകിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവിയിട്ടുള്ളത്. അതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവിയിരുന്നത്. ബദഅ ബിമുഖദ്ദമി റഅസിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയുടെ തുടക്കം മുതൽ ഇവിടെ മുതൽ തുടങ്ങി, ഇവിടെ നിന്ന് തുടങ്ങി. ഹത്ത യദ്ഹബ ബിഹിമാ ഇലാ ഖഫാഹു, തലയുടെ ബാക്കിലേക്ക് പെരടി വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൊണ്ടുവന്നു. സുമ്മ റദ്ദഹുമാ ഇലൽ മകാനി അല്ലദീ ബദഅ മിൻഹു, തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നു. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവിയിട്ടുള്ളത്. തല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് തടവിയിട്ടുള്ളത്. തലയിൽപ്പെട്ടതാണ് ചെവി എന്നുള്ളത്. ആ ചെവിയിൽ 2 ചൂണ്ടുവിരലുകൾ പ്രവേശിപ്പിക്കുകയും എന്നിട്ട് തള്ളവിരലുകൾ കൊണ്ട് ചെവിയുടെ പുറംഭാഗം അത് തടവുകയും ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂഇന്റെ രൂപത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, സുമ്മ മസഹ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറഅസിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവി, വഅദ്ഖല ഇസ്ബിഐഹി അസ്സബാഹതൈനി ഫീ ഉദുനൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് ചൂണ്ടുവിരലുകൾ എന്ത് ചെയ്തു, ചെവിയിൽ ഇപ്രകാരം വെച്ചു. വമസഹ ബിഇബ്ഹാമൈഹി ളാഹിറ ഉദുനൈഹി, എന്നിട്ട് ഈ രണ്ട് തള്ളവിരലുകൾ കൊണ്ട് അവിടുത്തെ ചെവിയുടെ പുറംഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഇപ്രകാരം തടവി എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളു അതിൻ്റെ രൂപം വിശദീകരിക്കുമ്പോൾ പറയാം. ചില ആളുകൾ എന്ത് ചെയ്യും, ഒറ്റ തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവിയിട്ടുള്ളത്. ചില ആളുകൾ 3 തവണ ഇവിടെ മാത്രം തടവും, അത് ശരിയായ രൂപമല്ല. അതുപോലെ തന്നെ ചെവിയും അതുപോലെ തന്നെ വെള്ളാക്കിയിട്ട് ഇങ്ങനെ 3 തവണ ഇങ്ങനെ തടവും. ശരിയായ രൂപം ഇതാണ്, തല ഒറ്റ തവണ തടവുക, ചെവിയും ഒറ്റ തവണ നമ്മൾ പറഞ്ഞ രൂപത്തിൽ തടവുക എന്നുള്ളത്. എന്നാൽ കഴുത്ത് അത് കഴുകുക എന്നുള്ളതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഫലം യസിഹ ഫീഹി ഹദീസുൻ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് കഴുത്ത് എന്ത് ചെയ്യേണ്ടതില്ല, കഴുകേണ്ടതില്ല, അതല്ലെങ്കിൽ തടവേണ്ടതില്ല. അത് ശരിയായ കാര്യമല്ല, അത് സുന്നത്തിനെതിരായ കാര്യമാണ്. 4-ാമത്തെ ഫർദ് ഗസ്ലു റിജ്ലൈനി ഇലൽ കഅബൈൻ, 2 കാലുകളും ഞെരിയാണി വരെ കഴുകുക. ഞെരിയാണി വരെ എന്ന് പറഞ്ഞാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. വയുസ്തഹബ്ബു തഖ്ലീലു അസാബിഇ റിജ്ലൈൻ, കാലിൻ്റെ വിരലുകൾ അത് ചിക്കുക, അതിൻ്റെ ഇടയിൽ വിരലുകൾ കയറ്റി കഴുകുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ചില പണ്ഡിതന്മാർ തടിച്ച ആളുകളൊക്കെയാണ് എങ്കിൽ, വിരലുകൾ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന ആളുകളാണ് എങ്കിൽ, അതിൽ വെള്ളം ഇറങ്ങുന്നില്ല എങ്കിൽ അതിൽ വെള്ളമാക്കി വിരൽ കൊണ്ട് വെള്ളം അവിടെ തട്ടിച്ച് കഴുകുക എന്നുള്ള നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ചെയ്തിട്ടുണ്ട്. വഖല്ലല ബൈനൽ അസാബി, വിരലുകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലിങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് വെള്ളം അവിടെ തട്ടിച്ച് കഴുകിയിട്ടുണ്ട്. ഇതാണ് 4-ാമത്തെ കാര്യം, 4-ാമത്തെ ഫർദ് അതാണ്. 5-ാമത്തെ ഫർദ് അൽ മുവാലാത്ത്, ഇതിന് മുവാലാത്ത് ഉണ്ടാകണം, തുടർച്ച ഉണ്ടാകണം. മുവാലാത്ത് എന്ന് പറഞ്ഞാൽ തുടർച്ച. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അയ്യഗ്സില അഅ്ദാഅൽ വുദൂഇ ബഅദഹ അഖിബ ബഅദിൻ വലാ യതഅഖർ, തുടർച്ചയായി ചെയ്യണം, വൈകാൻ പാടില്ല. വലൗ തഅഖറ ബിമിഖ്ദാരി അൻ യജിഫ അൽഅദ്വു അല്ലദി ഖബ്ലഹു വജബ അലൈഹി ഇആദതു വുദൂഇഹി, ഒരുവൻ ഒരു അവയവം കഴിഞ്ഞു, അത് കഴുകി കഴിഞ്ഞു, തൊട്ടടുത്തുള്ള അവയവം അത് കഴുകുന്നതിൽ വൈകിച്ചു, അങ്ങനെ തൊട്ട് മുമ്പ് കഴുകിയ അവയവം അത് ഉണങ്ങിപ്പോയി എങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും അത് മടക്കണം, അവൻ്റെ വുദു മടക്കണം. അപ്പം എന്ത് ചെയ്യണം? ഉണങ്ങിപ്പോകുന്നതിന് മുമ്പ് തുടർച്ചയായി വൈകാതെ ചെയ്യണം. ഒരാൾ മുഖം കഴുകി, കൈ കഴുകുന്നതിന് മുമ്പ് ഒരു ഫോൺ വന്നു, അങ്ങനെ ഫോണിൽ സംസാരിച്ചു, അങ്ങനെ മുഖം ഉണങ്ങിപ്പോയി, എന്ത് ചെയ്യണം? വുദു ചെയ്യണം, വീണ്ടും മടക്കണം. ഉണങ്ങിപ്പോകാൻ പാടില്ല, തുടർച്ച ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു വ്യക്തിയെ കണ്ടു, അയാൾ നിസ്കരിക്കുകയാണ്, പക്ഷേ അയാളുടെ കാലിൻ്റെ ഒരു ഭാഗത്ത്, കാൽപാദത്തിൻ്റെ ഒരു ഭാഗത്ത് വെള്ളം നനഞ്ഞിട്ടില്ല, ഒരു ദർഹമിൻ്റെ ഒരു ചെറിയ ഭാഗം വെള്ളം നനഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് വുദൂഉം നിസ്കാരവും അടക്കാൻ വേണ്ടി പറഞ്ഞു. വുദൂ ശരിയായിട്ടില്ല, അതുകൊണ്ട് തന്നെ നിസ്കാരവും ശരിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് നിസ്കാരവും വുദൂഉം മടക്കാൻ വേണ്ടി കൽപ്പിച്ചു. 6-ാമത്തെ ഫർദ് അത്തർതീബു ബൈന അഅ്ദാഇൽ വുദൂഇ ലിൽ ആയ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞ വുദൂഇൻ്റെ അവയവങ്ങൾക്കിടയിൽ ക്രമം ഉണ്ടായിരിക്കണം. ആദ്യം കാല് കഴുകിയിട്ട് പിന്നെ മുഖം കഴുകിയിട്ട് പിന്നെ കൈ കഴുകുക പിന്നെ തല തടവുക, അങ്ങനെയല്ല. അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞ അതേ ക്രമത്തിൽ തന്നെ വുദൂ ചെയ്യണം. മുഖം കഴുകി പിന്നീട്
കൈ കഴുകി പിന്നീട് തല തടവി പിന്നെ ശേഷം എന്ത് ചെയ്യണം? കാല് കഴുകണം. ആ ഒരു ക്രമം പാലിക്കണം. എന്നാൽ വലതും ഇടതും അത് നിർബന്ധമായ കാര്യമല്ല, സുന്നത്തായ കാര്യമാണ്. വലത് കൈ കഴുകുക ആദ്യം, അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ ഇടത് കൈ കഴുകുക. അതിപ്പോൾ ഒരാൾ ആദ്യം ഇടത് കൈ കഴുകി പിന്നെ വലത് കൈ കഴുകി, ആ ഒരു ക്രമം അത് തെറ്റിച്ചാലും അതിൽ വിഷയമല്ല, അത് സുന്നത്തായ കാര്യമാണ്. എന്നാൽ ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ ക്രമം അത് തെറ്റിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിൽപ്പെട്ടതാണ് എന്ത് ചെയ്യുക? വലതിനെ മുന്തിക്കുക എന്നുള്ളത്. യുഅ്ജിബുഹു തയമ്മുൻ, അവിടുന്ന് ഇഷ്ടമായിരുന്നു വലതിനെ മുന്തിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഇഷ്ടമായിരുന്നു. വുളൂവിൻ്റെ കാര്യത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വതുഹൂരിഹി വഫീ ശഅനിഹി കുല്ലിഹി. വുളൂവിൻ്റെ കാര്യത്തിൽ വലതിനെ മുന്തിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഇതാണ് വുളൂവിൻ്റെ ആറ് നിബന്ധനകൾ, 6 ഫർദുകൾ. വുളൂവിൻ്റെ 6 ഫർദുകൾ ഇതാണ്. ഇത് ശരിയായിട്ടില്ല എങ്കിൽ അവൻ്റെ വുളൂ ശരിയാവുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. വുളൂ ചെയ്യുമ്പോൾ മനസാന്നിധ്യത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ ഒരു ഇബാദത്താണ് ചെയ്യുന്നത് എന്ന ഒരു ബോധം മനസ്സിലുണ്ടായിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ വുളൂവിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ വിശദീകരിച്ചു. ആ ശ്രേഷ്ഠതകളൊക്കെ കരസ്ഥമാക്കണം എന്നൊരു നിയ്യത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് തിന്മകൾ അത് മായ്ച്ചു കളയുന്ന കാര്യങ്ങളാണെന്ന് ബോധം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വുളൂവിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് വുളൂ അതിൻ്റെ അവയവങ്ങൾ 3 തവണ കഴുകുക എന്നുള്ളത്. ഏതൊഴിച്ച് തലയും ചെവിയും തടവുന്നതൊഴിച്ച് ബാക്കിയൊക്കെ 3 തവണ വീതം കഴുകുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അതുപോലെ തന്നെ ബിസ്മില്ല എന്ന് ചൊല്ലൽ സുന്നത്തായ കാര്യമാണ് വുളൂവിൻ്റെ തുടക്കത്തിൽ. അതുപോലെ തന്നെ മുൻകൈകൾ ആദ്യം 3 തവണ കഴുകുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ അത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നോമ്പുകാരനല്ല എങ്കിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത്, മൂക്കിൽ വെള്ളം കയറ്റുന്നത് അതിൽ കുറച്ച് അതിര് കവിയുക, അത് കുറച്ച് ശക്തമായി ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. നോമ്പുകാരനല്ല എങ്കിൽ, നോമ്പുകാരൻ അത് ശക്തമായി ചെയ്തു കഴിഞ്ഞാൽ വെള്ളം വയറ്റിലേക്ക് ഇറങ്ങും എന്നുള്ളത് കൊണ്ട് നോമ്പ് മുറിയും. നോമ്പുകാരനെ ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ അത് ശക്തമായി മൂക്കിലേക്ക് വെള്ളം കയറ്റുക എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ്. അതുപോലെ തന്നെ വുളൂഇൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന ദിക്ർ ദുആ. അതെന്ത് ചെയ്യാൻ? വുളൂഇന് ശേഷം ചൊല്ലുക എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം, മാ മിൻ മുസ്ലിമിൻ യതവദ്ദഉ ഫയുഹ്സിനു വുദൂഅഹു. ഒരു മുസ്ലിമായ ഒരു വ്യക്തി അവൻ വുളൂ എടുക്കാണ്, നല്ല രൂപത്തിൽ അവൻ വുളൂ എടുത്തു, ഈ പറഞ്ഞതുപോലെ ثم يقوم فيصلي ركعتين, എന്നിട്ട് അവൻ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ മുഖ്ബിലുൻ അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി, മനസാന്നിധ്യത്തോടുകൂടി അവൻ്റെ ഹൃദയവും മുഖവും എല്ലാം അള്ളാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇല്ലാ വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാകാതിരിക്കുകയില്ല. വുളൂ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലൊച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ കേൾക്കാനിടയായി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ്, ഏത് അമലാണ് ബിലാൽ നിനക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള അമൽ? അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ അമൽ ഇതാണ്, ഞാൻ എപ്പോഴെല്ലാം വുളൂ എടുത്തുവോ എന്ത് ചെയ്യും, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും എന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
പറഞ്ഞതായി കാണാൻ സാധിക്കും. വുളു എടുക്കുന്ന സന്ദർഭത്തിൽ ആളുകൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ ഒന്നാണ് അവയവങ്ങൾ കൃത്യമായി വെള്ളം തട്ടിക്കാതിരിക്കുക എന്നുള്ളത്. പെട്ടെന്ന് വുളു എടുത്ത് തീർക്കുമ്പോൾ ചില അവയവങ്ങൾ അത് കൃത്യമായി കഴുകാതെ പോകും. പ്രത്യേകിച്ച് ഇത് കൈകളും കാലുകളും കഴുകുമ്പോഴാണ് ഉണ്ടാകാറുള്ളത്. മുട്ട് അതുൾപ്പെടെ പൂർണ്ണമായി ചിലപ്പോൾ നനഞ്ഞിട്ടുണ്ടാകില്ല. മുട്ടിൻ്റെ ഈ ഭാഗമൊന്നും ചിലപ്പോൾ നനഞ്ഞിട്ടുണ്ടാകില്ല. ഈ ഭാഗമൊന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മുട്ട് അത് കഴുകി എന്ന് ഉറപ്പ് വരുത്താൻ ഒരാൾക്ക് വേണമെങ്കിൽ കുറച്ച് കയറ്റി ഇതുവരെ കഴുകാം. ഇത് കഴുകിയ പിന്നെ ഇതെന്തായാലും ഉറപ്പായി, ഇതിൻ്റെ താഴെയുള്ളത് എന്തായാലും നനഞ്ഞെന്ന് ഉറപ്പായി. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കുറച്ച് കയറ്റി കഴുകാം. അതുപോലെ തന്നെയാണ് കാലിൻ്റെയും വിഷയം. കാലിൻ്റെയും വിഷയം അതാണ്. നെരിയാണി അതല്ലെങ്കിൽ വിരലുകൾക്കിടയിലുള്ള ഭാഗമൊന്നും ചില ആളുകൾ ചിലപ്പോൾ അങ്ങനെ പൈപ്പ് തുറന്ന് കാലങ്ങനെ കാട്ടിക്കൊടുക്കും. മര്യാദക്കൊന്നും വെള്ളം എത്തിയിട്ടുണ്ടോ എന്നും നോക്കൂല. അത് വുളു ശരിയാകാതിരിക്കാനുള്ള കാരണമാണ്. വെള്ളം അത് പൂർണ്ണമായും അവയവങ്ങളിലേക്ക് എത്തിയോ എന്ന് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശക്തമായത് വിലക്കിയിട്ടുണ്ട്. വൈലുൽ ലിൽ അഅഖാബി മിനൻ നാർ. ഇത്തരം കണങ്കാലുകൾക്ക് വുളു അത് ശരിയാകാത്ത കണങ്കാലുകൾക്ക് വൈലുണ്ടാകട്ടെ, നരകത്തിൽ നിന്ന് ഉള്ള വൈലുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും വഴിയിൽ ഉറങ്ങി, രാത്രി ഉറങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയി. സൂര്യൻ ഉദിച്ചു, ഉറങ്ങിപ്പോയി. പെട്ടെന്ന് വുളു എടുത്ത് നിസ്കരിക്കാനുള്ള തിരക്കിൽ ചില ആളുകൾ വുളു പെട്ടെന്ന് എടുക്കുകയാണ്. അപ്പോൾ ചില ആളുകളുടെ വുളുവിൻ്റെ അവയവങ്ങൾ ഈ രൂപത്തിൽ കാലും ഒന്നും നനഞ്ഞിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അവിടുന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയണം, വൈലുൽ ലിൽ അഅഖാബി മിനൻ നാർ. ഇത്തരം കണങ്കാലുകൾക്ക് വെള്ളം ശരിയായ രൂപത്തിൽ തട്ടാത്ത കണങ്കാലുകൾക്ക് നരകത്തിൽ നിന്നുള്ള വൈലുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ ഓരോ അവയവം കഴുകുമ്പോഴും ചില ആളുകൾ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ പറയുന്നതായി കാണാൻ സാധിക്കും. ബിസ്മില്ല എന്ന് പറഞ്ഞ് തുടങ്ങുക, അവസാനിക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ചില ഹദീസുകളിൽ ആ ഹദീസിൻ്റെ വിഷയത്തിൽ ചർച്ച ഉണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്ന പദം വന്നിട്ടുണ്ട്. അതല്ലാതെ ഓരോ അവയവം കഴുകുമ്പോൾ ഓരോ പ്രാർത്ഥന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ബിദ്അത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വുളു അത് ശുദ്ധിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നല്ലാഹ യുഹിബ്ബുൽ തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. വുളു അതിലൂടെ ശുദ്ധിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ശുദ്ധി വുളുവിലൂടെ കൈവരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഹുബ്ബുണ്ട്, അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ട്. അള്ളാഹു തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾ അവരെയും അതുപോലെ തന്നെ ശുദ്ധിയുള്ള ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. വുളുവിലൂടെ തിന്മകൾ കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഖൽബും ശുദ്ധിയാകുകയാണ്, നമ്മുടെ ശരീരവും ശുദ്ധിയാകുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ തജ്ദീദുൽ വുളു പുതുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. വുളു പുതുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതായിരുന്നു അവിടുന്ന് എപ്പോഴും ശുദ്ധിയിലായിരിക്കും. കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ഇല്ലാത്ത സന്ദർഭങ്ങൾ അവിടുത്തേക്ക് കുറവായിരുന്നു എന്ന് സഹാബികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. നിർബന്ധമായി വുളു എടുക്കണം എപ്പോഴെല്ലാം മലമൂത്ര വിസർജനങ്ങൾ സംഭവിച്ചാൽ. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അഗാധമായ ഉറക്കത്തിന് ശേഷം വുളു എടുക്കൽ നിർബന്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ മാംസം അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ വുളു എടുക്കൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യം തവദ്ദഉ മിൻഹ. ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചു കഴിഞ്ഞാൽ വുളു അത് നഷ്ടപ്പെടും.
അപ്പോൾ അങ്ങനെ ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ വുളു എടുക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ആഴത്തിലുള്ള ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ വുളു എടുക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം, അതുപോലെ തന്നെ കീഴ്വായു, അതുപോലുള്ള സംഗതികൾ സംഭവിച്ചു കഴിഞ്ഞാൽ വുളു എടുക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഭാര്യയെ സ്പർശിച്ചു കഴിഞ്ഞാൽ വുളു മുറിയും എന്നുള്ളത്. ഭാര്യയെ സ്പർശിച്ചു കഴിഞ്ഞാൽ വുളു മുറിയ എപ്പോഴാണ്? ഭാര്യയെ സ്പർശിക്കുകയും അങ്ങനെ ആ ഒരു സ്പർശനം കാരണം വികാരത്തോടു കൂടിയുള്ള ആ ഒരു സ്പർശനം കാരണം മദി പുറപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ വുളു മുറിയും. അതല്ലാതെ കേവലം ഭാര്യയെ സ്പർശിച്ചത് കൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, വുളു മുറിയൂല. കേവലം ഭാര്യയെ സ്പർശിച്ചത് കൊണ്ട് മാത്രം വുളു മുറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ ചുംബിച്ചുകൊണ്ട് വുളു ചെയ്യാതെ പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാര്യയെ തൊട്ട് എപ്പോഴാണ് വുളു മുറിയ? ആ തൊട്ടത് കാരണം മദി പുറത്തേക്ക് വന്നാൽ വുളു മുറിയും. അപ്പം അങ്ങനെ മദി വന്നിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായും വുളു എടുക്കേണ്ടതുണ്ട്. ഇതാണ് വുളുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി സുന്നത്തായ വുളുവിൻ്റെ രൂപം ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തേത് وهو أن ينوي رفع الحدث أو الوضوء للصلاة ونحوها. അശുദ്ധി ഉയർത്തുകയാണ് എന്ന നിയ്യത്തിൽ വുളു എടുക്കുകയാണെന്ന് നിയ്യത്ത് വേണം. ഏതൊരു അമലിനായാലും നിയ്യത്ത് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വുളു എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നിയ്യത്ത് ഉണ്ടായിരിക്കണം. നിസ്കാരത്തിന് വേണ്ടി വുളു എടുക്കണം, അതല്ലെങ്കിൽ അശുദ്ധിയെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി വുളു എടുക്കുകയാണ് എന്ന നിയ്യത്തും ഉണ്ടായിരിക്കണം. സുമ്മ യഖൂല ബിസ്മില്ല, പിന്നീട് എന്ത് ചെയ്യണം? ബിസ്മില്ല എന്ന് പറയണം. വയഗ്സില കഫൈഹി സലാസൻ, 3 തവണ എന്ത് ചെയ്യണം? അവൻ്റെ മുൻകൈകൾ കഴുകണം. സുമ്മ യതമദ്മദ വയസ്തൻഷിഖ സലാസൻ ബിസലാസി ഗർഫാത്തിൻ, പിന്നെ 3 തവണ വായിൽ വെള്ളം കയറ്റി കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം. 3 കോരലാണ് വേണ്ടത്, ഒരൊറ്റ കോരലുണ്ടല്ല, 3 കോരൽ വീതം. 3 കോരൽ കൊണ്ട് 3 തവണ വായിൽ വെള്ളം കയറ്റി കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം. സുമ്മ യഗ്സില വജ്ഹഹു സലാസൻ, 3 തവണ പിന്നെ എന്ത് ചെയ്യണം? മുഖം കഴുകണം. മുഖത്തിൻ്റെ അളവ് നമ്മൾ പറഞ്ഞു, മുടിയുടെ തുടക്കം മുതൽ താടി വരെയാണ് നീളമെങ്കിൽ വീതി ഒരു ചെവി മുതൽ അടുത്ത ചെവി വരെ. വയദൈഹി ഇലൽ മിർഫഖൈനി സലാസൻ, അതുപോലെ തന്നെ എന്ത് ചെയ്യണം? കൈ വിരലുകളുടെ അറ്റം മുതൽ മുട്ടുൾപ്പെടെ എന്ത് ചെയ്യണം? 3 തവണ കഴുകണം. വയംസഹ റഅസഹു, തല തടവണം. എങ്ങനെയാണ് തടവേണ്ടത്? മിൻ മുഖദ്ദമി റഅസിഹി ഇലാ ഖഫാഹു ബിയദൈഹി, തലയുടെ തുടക്കം മുതൽ പെരടി വരെ എന്ത് ചെയ്യണം? ഈ 2 കൈകൾ കൊണ്ട് എന്ത് ചെയ്യണം? തടവണം. ثم يعيدها إلى المحل الذي بدأ منه, പിന്നീട് തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവരണം. എത്ര തവണ? ഒരൊറ്റ തവണ. 3 തവണ അല്ല, ഒറ്റ തവണ. അതാണ് സുന്നത്ത്. ثم يدخل سباحتيه في صماخي أذنيه, ഈ 2 വിരലുകൾ, ചൂണ്ട് വിരലുകൾ ചെവിയുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും വയംസഹ ബിഇബ്ഹാമൈഹി, 2 തള്ളവിരലുകൾ കൊണ്ട് ചെവിയുടെ പുറം തടവുകയും ചെയ്യുക. ثم يغسل رجليه مع الكعبين ثلاثا ثلاثا, 2 കാലുകളും എന്ത് ചെയ്യണം? 3 തവണ വീതം ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത പൂർണ്ണമായ വുളൂഇൻ്റെ രൂപം. അത് വലതിനെ മുന്തിക്കുക എന്നുള്ള സുന്നത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ താടി, അതെന്താണ് ചെയ്യേണ്ടത്? താടി തിങ്ങിയ താടിയാണെങ്കിൽ പുറംഭാഗം കഴുകൽ നിർബന്ധമാണ്. ഉള്ളു കാണുന്നുണ്ട് എങ്കിലോ അവിടെ വെള്ളം തട്ടിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ വുളൂ, അതിൻ്റെ വെള്ളം
ഇറങ്ങാതിരിക്കാൻ എന്തെങ്കിലും തടസ്സങ്ങൾ ശരീരത്തിൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല ടൈറ്റുള്ള മോതിരം ഒരാൾ ധരിച്ചിട്ടുണ്ട്, എന്നിട്ട് അവൻ വുളു എടുക്കുകയാണെങ്കിൽ ആ മോതിരം ധരിച്ച സ്ഥലത്ത് വെള്ളം തട്ടണം, അതൊന്ന് ഊരി വെക്കുകയോ അതല്ലെങ്കിൽ ഒന്ന് കയറ്റി ഇറക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ വാച്ച് ധരിച്ചുകൊണ്ട് വുളു ചെയ്യുന്ന ആളുകൾ ആ വാച്ചിട്ട ഭാഗത്തു വെള്ളം തട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തണം. അവിടെ വെള്ളം തട്ടൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ കൈവിരലുകളും കാൽവിരലുകളും തടിച്ച ആളാണ് എങ്കിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്ന പ്രകൃതാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം തട്ടിക്കൽ നിർബന്ധമായ കാര്യമാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർണ്ണമായ വുളൂഇൻ്റെ രൂപം. ഇൻഷാ അല്ലാഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ്. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് തീരുമില്ല. അടുത്ത ക്ലാസ്സിൽ പൂർണ്ണമായി നിസ്കാരവുമായി ബന്ധപ്പെട്ട നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അടുത്തൊരു ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് അമൽ ചെയ്യുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅല വഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.